എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മറ്റു നടപടികൾ സ്വീകരിക്കും. ഇത് കനാൽ വകുപ്പിന് ഞാൻ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബന്ധുക്കാർ അക്കരെ വരണം, അവർക്ക് റേഷൻ അരി മേടിക്കണം, ഇക്കരെ വരണ്ടേ? അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. എത്രയും വേഗം അടിയന്തരമായിട്ട് ഇതിന് നടപടി ഉണ്ടാക്കി തരണം. വീണ്ടും പോളശല്യം അതിരൂക്ഷമായി കോട്ടയത്തെ ഉൾപ്രദേശങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാട്ടകം വരമ്പിനകം കണ്ണാടിക്കടവ് ഭാഗത്തായിട്ടാണ്. ഇവിടെ കഴിഞ്ഞ 3 മാസമായി ഈ ഒരു പോളശല്യം കാരണം ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഈ ഒരു കൽക്കെട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ കൽക്കെട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് മരങ്ങളെല്ലാം വെട്ടി ഈ ഒരു ആറ്റിലേക്ക് ഇട്ടത് കാരണം ഇപ്പോൾ പോളകൾ വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കാരണം ഈ ഒരു പ്രദേശവാസികളെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് കുടിവെള്ളത്തിന് പോലും അല്ലെങ്കിൽ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. അത് കാരണം വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു പ്രദേശവാസികൾ നേരിടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഞാൻ നാട്ടകം മുനിസിപ്പാലിറ്റി 41-ാം വാർഡിൽ താമസിക്കുന്ന സാബു എന്ന് എൻ്റെ പേര്. സാബു മുപ്പത്. ഞാനൊരു കർഷകനാണ്. അപ്പം മത്സ്യത്തൊഴിലാളിയും കൂടെയാണ്. മീൻപിടുത്തം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം പറയാനുള്ളത് ഈ കൊടുരാറ്റിൽ പോള ഇങ്ങനെ തിങ്ങിക്കിടക്കുന്ന ഒരു പ്രശ്നമാണ്. 2 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഷട്ടർ തുറക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങിപ്പോകേണ്ട, അതതിൻ്റെ രീതി. ഏറ്റവും ഇറക്കം ഉണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോവും. പക്ഷേ ഇപ്പോൾ ഈ കൽക്കെട്ട് ഇവിടെ വരുന്നൊരു വർക്ക് നടക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ അവർ ഈ കൽക്കെട്ടുകാർ JCB വെച്ച് സൈഡിൽ നിന്ന മരങ്ങളെല്ലാം വെട്ടി മേറ്റി ആറ്റിലോട്ട് തള്ളിയിരിക്കുക, കൊടുരാറ്റിലോട്ട് തള്ളിയിരിക്കുക. ഈ വെട്ടിയിട്ട മരങ്ങളെ ഉടക്കി പോള പോകാതെ സ്റ്റക്കായി കിടക്കുക. ഈ പോള ഇവിടുന്ന് പോകണമെങ്കിൽ ആ മരങ്ങൾ ആറ്റി കിടക്കുന്ന മരങ്ങൾ വലിച്ച് കരയ്ക്ക് കയറ്റിയേ പറ്റുകയുള്ളൂ. അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലായെങ്കിൽ ഈ പോള പോകത്തില്ല. ഞങ്ങളതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കണം. അപ്പോൾ അക്കരയോട്ട് പോകണ ഒരു മാർഗ്ഗമില്ല. പോളയ്ക്കത്തോടെ വെള്ളം പോകത്തില്ല. എനിക്ക് കൃഷിയുള്ള ആളാണ്. അപ്പം ഇവിടെ കുടിവെള്ളം ഇല്ല, പൈപ്പില്ല നാട്ടകത്ത്. അക്കരെ തിരുവാർപ്പിലുണ്ട്. അവിടെ പോയി എടുക്കണത് തന്നെ എന്നാ മാർഗ്ഗം? വള്ളത്തെ പോകാനൊക്കത്തില്ല. പിന്നെ ഞങ്ങൾ റോഡിൽ നിന്നൊക്കെ വണ്ടിയെ കൊണ്ടുവന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഇതേപോലെ 3 മാസമായി പോള കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പോള പോകേണ്ട സമയം കഴിഞ്ഞു. ഈ തടസ്സമാണ് ഈ മരങ്ങൾ വെട്ടി JCB ഉപയോഗിച്ച് മരങ്ങൾ വെട്ടി ആറ്റിൽ ഇട്ടിരിക്കുന്ന തടസ്സം കൊണ്ട് ഈ പോള പോകാത്ത. ഈ തടസ്സം ഇല്ലെങ്കിൽ പോള പണ്ടേ പോയി. ഷട്ടർ തുറക്കുമ്പോഴേ പോള പോകേണ്ട, അതതിൻ്റെ രീതി. ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. പോള ഡിസംബർ ആകുമ്പം കയറി വരും കായലിൽ നിന്ന്. അത് ഷട്ടർ അടയ്ക്കുമ്പം, അത് ഷട്ടർ തുറക്കുമ്പം അന്ന് തന്നെ ഈ പോള തള്ളിപ്പോകേണ്ട, ഇവിടുന്ന് കംപ്ലീറ്റ് പോകേണ്ടതാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ അങ്ങനെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മത്സ്യബന്ധനമുണ്ട്. അതിൻ്റെ കാർഡാണിത്. മത്സ്യത്തൊഴിലാളി എന്ന് വിളിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ എന്നെക്കാട് 100 കണക്കിന് ആൾക്കാരുണ്ട്. അവരൊക്കെ ഓരോപ്പം കഴിഞ്ഞ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. 3 ദിവസത്തെ അവധി കാരണം എല്ലാവരും ഓരോ പണിക്ക് പോയിരിക്കുകയാണ്. പരാതിയോ അല്ലെങ്കിൽ ഇത് ഇപ്പം കൗൺസിലറെ വിളിച്ച് പറഞ്ഞാലൊത്തില്ല. ഞാനിപ്പം നാട്ടിലത്തെ കൗൺസിലറെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ മറ്റൊരു മുഖാന്തരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരോടുമായിട്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മറ്റു നടപടികൾ സ്വീകരിക്കും. ഇത് കനാൽ വകുപ്പിന് ഞാൻ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വെട്ടിയിട്ടിട്ട് ഇപ്പോൾ എത്ര നാളായി? വെട്ടിയിട്ടിട്ട് ഇപ്പോൾ 3.5-4 മാസമായിട്ടുണ്ട്. ആ, ഇത് വലിച്ചു കയറ്റാതെ ഈ ആറ്റിലെ പോള മാറത്തില്ല. ഇത് കാരണം നമുക്ക് കുടിവെള്ളത്തിന് ഉൾപ്പെടെ അല്ലെങ്കിൽ കുളിക്കാനും അക്കരെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ബന്ധുക്കാർ അക്കരെ വരണം. അവർക്ക് റേഷൻ അരി മേടിക്കണം, ഇക്കരെ വരണ്ടേ? ഉപ്പും മുളകും മേടിക്കണം, ഇക്കരെ വരണം. ഈ വള്ളത്തേലേ ഉള്ള മാർഗ്ഗം. മറ്റു പാലങ്ങളോ കാര്യങ്ങളോ ഇവിടെ ഒന്നും ഇല്ല. ഇപ്പം എങ്ങനെ കൊണ്ടുവരും? പ്രത്യേകതം തന്നെ അക്കരെ സംബന്ധിച്ച് അങ്ങനെ പോയി എടുത്തുകൊണ്ട് വരുവാണ്. അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. എത്രയും വേഗം അടിയന്തരമായിട്ട് ഇതിൻ്റെ നടപടി ഉണ്ടാക്കി തരണം. കൽക്കെട്ട് കോൺട്രാക്ട് വിളിച്ചത് നല്ല കാര്യം തന്നെ, സൈഡിൽ കല്ല് കെട്ടിട്ട്. പക്ഷേ കോൺട്രാക്ടറൊക്കെ കൽക്കെട്ട് കഴിഞ്ഞ അളവും നീളം പിടിച്ച് പോയി കാശും പിടിച്ചുകൊണ്ട് പോയാൽ മതി. ഇവിടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിവാസികളാണ്. അത് മനസ്സിലാക്കി ഇതിന് മുനിസിപ്പാലിറ്റിയോ അതിന് മറ്റ് മാർഗ്ഗങ്ങളോ ഉപയോഗിച്ച് ഇതിനെ മാറ്റി കിടക്കുന്ന